കേരളത്തിലെ കോഴിക്കോട് സ്ഥിതി ചെയ്യുന്ന ദേശീയ ഇസ്ലാമിക വിദ്യാഭ്യാസ സമുച്ചയമാണ് മർക്കസു സഖാഫത്ത്. ഖദീജത്തുൽ കുബ്ര എന്നവർ മഹദിയാണെന്നിവിടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്, നമ്മൾ ഏർവാടി യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തി. അടുത്ത ഒരു യാത്ര പോവുകയാണ്. നമ്മുടെ കേരളത്തിലെ കോഴിക്കോട് ജില്ലയിലേക്കാണ് ഇൻഷാ അല്ലാഹ് ഇപ്പോൾ നമ്മുടെ യാത്ര. രാത്രി സമയമാണ്, ഏകദേശം 12 മണി ആയിട്ടുണ്ട്. പിന്നെ ആദ്യം പോകുന്നത് മർക്കസിലേക്കാണ്. മർക്കസിൽ ചെന്ന് ഇൻഷാ അല്ലാഹ് മർക്കസിൽ സുബഹി നിസ്കാരം കഴിഞ്ഞ് അവിടുന്ന് നോളേജ് സിറ്റിയിലേക്കാണ് ഇൻഷാ അല്ലാഹ്. നോളേജ് സിറ്റി അല്ല, അവിടുന്ന് മടവൂര്. മർക്കസ് കഴിഞ്ഞാൽ മടവൂര് കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് മുക്കം. അത് കഴിഞ്ഞ് അവിടുന്ന് നോളേജ് സിറ്റി. ഇൻഷാ അല്ലാഹ് നോളേജ് സിറ്റി കഴിഞ്ഞ് പിന്നെ എന്താവും എന്നുള്ളത് അവിടെ എത്തിയാലേ അറിയുള്ളൂ. ബാക്കി എവിടേക്കൊക്കെ പോകും എന്നുള്ളത് ഇൻഷാ അല്ലാഹ് അവിടെ എത്തിയതിന് ശേഷം നമുക്ക് തീരുമാനിക്കാം, അല്ലേ? ഏർവാടി യാത്ര കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ യാത്രയാണ് കേട്ടോ ഇത്. ഏർവാടി യാത്ര എന്ന് പറയുമ്പോൾ 11 വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം കണ്ടവർക്ക് എല്ലാവർക്കും എല്ലാവിധ. ഏർവാടി യാത്രയുമായി ബന്ധപ്പെട്ട് 11 വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇൻഷാ അല്ലാഹ്. ഏർവാടി യാത്രയിൽ ഒരുപാട് വീഡിയോ ഉൾപ്പെടുത്താൻ കഴിയാത്തതുണ്ട്. കാരണം നമ്മുടെ യാത്ര, അന്നത്തെ യാത്ര വേറൊരു പ്രധാനമായ ലക്ഷ്യം കൂടി ഉണ്ടായിരുന്നു ആ യാത്രയുടെ പിന്നിൽ. അപ്പോൾ ആ ലക്ഷ്യം ഉള്ളത് കൊണ്ട് പിന്നെ ഒരുപാട് സ്ഥലത്തൊന്നും പോകാൻ കഴിഞ്ഞില്ല. കുറച്ച് സ്ഥലത്ത് പോകാൻ കഴിഞ്ഞുള്ളൂ. ഇനി ഒരുപാട് സ്ഥലങ്ങൾ ഏർവാടിയിൽ പോകാൻ ബാക്കിയുണ്ട്. ഇൻഷാ അല്ലാഹ് മറ്റൊരു സമയത്ത് അള്ളാഹിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ ആ സ്ഥലങ്ങളൊക്കെ നമുക്ക് ഉൾപ്പെടുത്താം ഇൻഷാ അല്ലാഹ്. നമ്മള് 1 മുതൽ 11 വരെ കണ്ട എല്ലാ വീഡിയോകളും എല്ലാവരും കണ്ട് അത് ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൊക്കെ അറിയിക്കുന്നത് വിനീതമായി അപേക്ഷിക്കുകയാണ്. ജാഫർ ഉസ്താദാണ്, ജാഫർ സഖാഫി. ഷിയാബ് ഖാൻ എല്ലാവർക്കും അറിയായിരിക്കും. ഷിയാബ് ഖാന്റെ പാട്ട് കേട്ടും ഷിയാബ് ഖാന്റെ പേര് കേട്ടൊക്കെ പരിചയമുള്ള ഒരുപാട് ആളുകളുണ്ടാവും, അല്ലേ? പിന്നെ അന്ന് ഏർവാടിയിൽ യാത്രയിൽ ഉണ്ടായിരുന്ന ആളുകളല്ല ഇപ്പോൾ ഉള്ളത് കേട്ടോ. അന്ന് വീരാമഞ്ഞിക്ക് ഉണ്ടായിരുന്നു. വീരാമഞ്ഞിക്ക് ഇപ്പോഴും നമ്മളൊപ്പം ഉണ്ട്. ബാക്കിലേക്ക് കാണിച്ചു കൊടുത്തു. പിന്നെ ഒരു ഉറക്കത്തിലാണ്. രാത്രി 12 മണി ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ അജ്മലുണ്ട്, അവനും ചെറിയ മയക്കത്തിലാണ്. പിന്നെ അവിടെ വീഡിയോ പിടിക്കുന്നത് നിംഷാദാണ്. അവിടെ നിംഷാദിനെ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും. ആ പാട്ട് പാടി കൊണ്ട് പരിചയം ഉണ്ടാവില്ല, ശബ്ദം കൊണ്ട് പരിചയം ഉണ്ടാവും. ഏർവാടി ചരിത്രം പറഞ്ഞ ലാസ്റ്റ് ഏർവാടി യാത്രയുടെ ലാസ്റ്റ് ഇട്ട വീഡിയോയില് 10ാമത്തെ വീഡിയോ, അവസാനത്തെ വീഡിയോ അല്ലേ അത്? ഇനി പറഞ്ഞു ആ വീഡിയോയില് പിന്നെ പാട്ട് പാടിയ ആളാണ് നിംഷാദ്. 10ാമത്തെ അല്ലേ? ആ പാട്ടൊക്കെ കേട്ടപ്പോ നിങ്ങൾ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടോ ആരാണ് റബ്ബ് പാട്ട് പാടിയത്? പാട്ട് പാടിയ ആളൊന്ന് നേരിട്ട് ആളൊന്ന് കാണാൻ കഴിഞ്ഞെങ്കിൽ എന്നൊക്കെ ചിലപ്പോ ചിന്തിക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടാവും. നല്ല വോയിസ്. അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ കുറച്ച് പ്രകൃതി ആസ്വദിക്കാൻ വേണം. അതെ, ആസ്വദിക്കാൻ വേണം. പക്ഷെ അതില് മെയിൻ ലക്ഷ്യം നമ്മളതല്ല. പ്രകൃതി ആസ്വദിക്കുന്നതിലൂടെ പിന്നെ അള്ളാഹുവിന്റെ ഒരുപാട് അത്ഭുതങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളോട് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഭൂമിയിലൂടെ നിങ്ങൾ സഞ്ചരിക്കണം എന്നാണ് ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. വാൽനോക്കിലൊക്കെ പോയാൽ അതിന്റെ ഒന്നും മായാതെ കിടക്കുന്ന രക്തപ്പാറകളും മണലിൽ രക്തം പതിഞ്ഞ് കിടക്കുന്നൊക്കെ അതൊക്കെ ഒരു എന്താ പറയുക, വ്യക്തമായിട്ടുള്ള തെളിവുകളാണ്. നമുക്ക് നോക്കി നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന വ്യക്തമായിട്ടുള്ള അത്ഭുതങ്ങളാണ്, കറാമത്തുകളാണ്. പിന്നെ അവിടുത്തെ കിണർ, കടൽ തീരത്ത് ഒരു നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളം കിട്ടുന്ന ഒരു കിണർ. അത് ഇബ്രാഹിം ബൈഷ് ബാബ സ്വപ്നത്തിൽ കുത്തി കൊടുത്തതാണ്. മനാമിലാണ് അതിന്റെ വീഡിയോ ഇൻഷാ അല്ലാഹ് മറ്റേ ഐ ബട്ടണിലും
ഡിസ്ക്രിപ്ഷനിൽ ഒരു പാട്ട് നമ്മ കൊടുക്കാൻ വീഡിയോയിൽ നമ്മ ഒരു പാട്ട് നമ്മ കൊടുക്കാൻ തീരുമാനിച്ച് എഴുതിയതൊക്കെയാണ്. പക്ഷെ ഷിയാബിക്ക് ഉറക്കൊഴിച്ചിരുന്ന ഒരു പാട്ട് എഴുതിയത് പക്ഷെ അതിൽ ഉൾപ്പെടുത്താൻ പാട്ടിന്റെ രീതി നമ്മൾ ഉറക്കൊഴിച്ചിരുന്നിട്ടും കിട്ടാത്തതുകൊണ്ട് അല്ല അതിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. പക്ഷെ എൻ്റെ രണ്ടുപേരും നിങ്ങൾക്ക് വേണ്ടി ഞാൻ മൂള പരിശുദ്ധ വാനോക്കം പാവനമാണെന്നോർക്കണം തുബു സുൽത്താനായ ബാദ്ഷാ തങ്ങളുടെ സോദരി ഖദീജത്തുൽ കുബ്ര എന്നവർ മഹദിയാണെന്നിവിടെ പരിശുദ്ധ വാനോക്കം പാവനമാണെന്നോർക്കണം തുബു സുൽത്താനായ ബാദ്ഷാ തങ്ങളുടെ സോദരി ഖദീജത്തുൽ കുബ്ര എന്നവർ മഹദിയാണെന്നിവിടെ. നമ്മളെ ചേറ്റുവ പാലാണ് കേട്ടോ അത്. ചരിത്ര പ്രസിദ്ധമായ ചേറ്റുവ പാലം. വരികളുണ്ട് അതിന് വിഷയം മാറ്റില്ല. എൻ്റെ വരികൾ മുഴുവൻ പാടി കെട്ടില്ല, അത് നിങ്ങൾ കട്ട് ചെയ്തിട്ട് അല്ല പാലം പാട്ട് ഇത് കഴിഞ്ഞാലും പാടാനോ പാലിപ്പടല്ലേ കണ്ടുകൊടുക്കാൻ പറ്റും. എൻ്റെ കവിതകൾ വേറെയുണ്ട്. അൽഹംദുലില്ലാ. അപ്പോൾ കോഴിക്കോട് പോകുന്ന വഴിയിൽ നമ്മുടെ ചേറ്റുവ പാലമൊക്കെ കഴിഞ്ഞിട്ട് ഉള്ള ഒരു ഭാഗമാണ് കീക്കോട് എന്ന് പറയുന്ന സ്ഥലം. കീക്കോട് പള്ളി മക്ബറ ഒക്കെ മുഴുവൻ ആളുകൾക്കും അറിയായിരിക്കും.
തുടങ്ങുക എന്നത്. 1978 ഏപ്രിൽ 18 ലോകപ്രശസ്ത ഇസ്ലാമിക പണ്ഡിതനായ ഡോക്ടർ സയ്യിദ് മുഹമ്മദ് അലവി മാലിക്കി മക്ക അവർകളാണ് മർക്കസിൻ്റെ ശിലാസ്ഥാപനം നിർവഹിച്ചത്. ത്രിപുര, പഞ്ചാബ്, ഗുജറാത്ത്, ആസാം, ഒറീസ, ഇന്ത്യ പാക് അതിർത്തി പ്രദേശങ്ങൾ തുടങ്ങിയ സ്ഥലങ്ങളിലെ അനാഥരും ദുർബലരുമായ വിദ്യാർത്ഥികൾക്ക് മർക്കസ് പഠന സൗകര്യം നൽകുന്നുണ്ട്. സംഘർഷങ്ങളുടെ ഫലമായി അനാഥകളാക്കപ്പെടുകയോ പഠന സൗകര്യങ്ങൾ നിഷേധിക്കപ്പെടുകയോ ചെയ്ത കാശ്മീരി വിദ്യാർത്ഥികളെ മർക്കസിനു കീഴിൽ സംരക്ഷിച്ച വിദ്യാഭ്യാസം നൽകുന്നുണ്ട്. വിദേശ രാഷ്ട്രങ്ങളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട് ബഹുമാനപ്പെട്ടവർ. അദ്ദേഹം നേതൃത്വം നൽകുന്ന സുന്നി യുവജന സംഘത്തിൻ്റെ കീഴിൽ ആതുര സേവന പ്രവർത്തനങ്ങൾക്കായി സാന്ത്വനം എന്ന ഒരു വിഭാഗം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകൾ, ജില്ലാ താലൂക്ക് ആശുപത്രികൾ എന്നിവിടങ്ങളിൽ സൗജന്യ വളണ്ടിയർ സേവനം, മെഡിക്കൽ ഉപകരണങ്ങൾ സമർപ്പിക്കൽ, ആംബുലൻസ് സർവീസ്, സൗജന്യ മരുന്ന് ഭക്ഷണ വിതരണം, പ്രാദേശികമായി മെഡിക്കൽ ഉപകരണങ്ങളും വളണ്ടിയർ സേവനവും നൽകുന്ന മെഡിക്കൽ ക്ലിനിക്കുകൾ,
സാന്ത്വനം ക്ലബ്ബുകൾ എന്നിവ സംസ്ഥാനത്തെ 2000-ത്തിലധികം സ്ഥലങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. മതരംഗത്ത് സേവനം ചെയ്യുന്നതിനോടൊപ്പം സാമൂഹിക സേവനവും കാന്തപുരം ഉസ്താദ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. മതേതര പൊതുമണ്ഡലങ്ങളിൽ ഇടപെടാറുള്ള ഒരു മുസ്ലിം നേതാവാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. ഇന്ത്യയിൽ പിന്നോക്കം നിൽക്കുന്ന വിവിധ മേഖലകളിൽ സേവന ദൗത്യവുമായി അദ്ദേഹം എത്തിയിട്ടുണ്ട്. ബംഗാളിലും ആസാമിലും ത്രിപുരയിലുമെല്ലാം ദുരിതത്തിൽ ജീവിക്കുന്നവരുടെ ഇടയിലേക്ക് കടന്നു വരികയും അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി പരിഹാരമുണ്ടാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മനുഷ്യ മനസ്സുകളെ കോർത്തിണക്കുക എന്ന ശീർഷകത്തിൽ 1999 ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് ഒരു കേരള യാത്ര നടത്തുകയുണ്ടായി. 2012 കാസർകോട്ട് നിന്ന് തിരുവനന്തപുരത്തേക്ക് മാനവികതയെ ഉണർത്തുന്നു എന്ന മുദ്രാവാക്യവുമായി കേരള യാത്ര നടത്തി. 2014 കർണാടക യാത്രക്ക് നേതൃത്വം നൽകി. ആസാം യാത്ര, കശ്മീർ യാത്ര, ദ്വീപ് യാത്ര തുടങ്ങി ഒരുപാട് ചരിത്ര പ്രാധാന്യമുള്ള യാത്രകൾക്ക് നേതൃത്വം നൽകിയ മഹാമനീഷിയാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.